Father, I said till death do us part. I want to mean it with all of my heart. Help me to love you more than I love her. Then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, and will bring you glory today. I pray. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇന്നത്തെ റിസപ്ഷൻ്റെ ക്രമീകരണങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് ഒരു കുറവുണ്ടാകാതെ കർത്താവിൻ്റെ അനുഗ്രഹം ചെറുമതമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കൂടി വ്യാപിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കാലം. മനുഷ്യൻ്റെ ക്രമീകരണങ്ങൾക്ക് മേലെ ഇടപെട്ട് അതിനെ അനുഗ്രഹിച്ച ദൈവം വിശ്വസനെന്ന് പ്രിയമക്കൾക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ദൈവമായ കർത്താവെ സമസ്ത അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്ന മഹത്വത്തോടെ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
pray to hear her heart. I pray You love you. I pray to cherish and serve her. Will bring you glory today. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her. Will bring you glory today. I pray. This is my prayer. Amen. എന്റെ സർവാധുരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്നെ ഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ക്രിസ്തുവേശ്വർ കൂടെ ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ പ്രഭാതം എന്നോട് ചേർന്ന് ആരംഭിക്കാൻ ദൈവരാജ്യ നീതി അന്വേഷിക്കാൻ അനുസരിച്ചുള്ള ആത്മാവിനെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞാൻ യഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ എനിക്ക് ചെയ്ത നാവിൻ അവിടുത്തെ കൃപയിലായി ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തീയ കുടുംബജീവിതം നിയമിച്ചാക്കിയ പിതാവായ ദൈവം അവിടുന്നാകിയ സ്തോത്രം. കുടുംബജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകമായി ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ കുടുംബജീവിതം ആരംഭിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതായ പ്രിയപ്പെട്ട നിന്റെ മകൾ ജിൻസ്മോൾക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ മകളുടെ ജന്മം മുതൽ വളർച്ചയിൽ പഠനങ്ങൾ ജോലിക്കാര്യങ്ങളിൽ വിദേശങ്ങളിലായിരുന്ന സന്ദർഭത്തിലൊക്കെ ദൈവത്തെ കൂടിയിരിക്കാൻ പരിപാലിച്ചു സഹായിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മകൾ ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ശുശ്രൂഷയിൽ കൂടെ കുടുംബജീവിതം ആരംഭിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുവെന്ന് നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ മകർജിസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കുട്ടിയുടെ എല്ലാവരും സഹായിക്കണമേ. പ്രിയ മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവിന്റെ കരുതൽ അനുഭവിക്കാൻ ഇതുവരെ അവിടുന്ന് സഹായിച്ചതിനെ സ്തോത്രം. സൗകര്യങ്ങൾക്കായിട്ട് സ്തോത്രം. കുടുംബാംഗങ്ങൾ ബന്ധുക്കളായും ചാർച്ചക്കാർക്കോ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് ആലയത്തിലേക്ക് ഇടയാനുള്ള ആകാശത്തോഷത്തിലേക്ക് കടന്നു പോകുന്നു. യാത്രയിലൊക്കെ നിന്റെ സാന്നിധ്യം കൂടിയിരിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുന്നു. ബന്ധുക്കൾക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവിന്റെ കാരുണ്യം അത് അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ ക്രിസ്തുവേശ്വരൻ അനുഗ്രഹമായ ജീവിതവും കുടുംബജീവിതം നയിപ്പാൻ വേണം. നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്നാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും സൽക്കാരങ്ങളും ചടങ്ങുകളിലും യാത്രയിലും ഒക്കെ നിന്റെ കരുതൽ അനുഭവിക്കാൻ വേണം സഹായിക്കണം. അവിടുത്തെ ബലമുള്ള സ്ലീവായ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നവരെയും വന്നുകൊണ്ടിരിക്കുന്നവരെയും എല്ലാവർക്കും ആവശ്യമായ സാന്നിധ്യം നൽകണമേ. നിന്റെ വാടുകളാൽ നിലയ്ക്കണമേ. അതോടൊപ്പം പിന്നോട് ചേർന്ന് കൃപ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നു. ഇവിടെ തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. അവിടുത്തെ ബലമുള്ള സ്ത്രീവായാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും നന്മ കൃപ അനുഭവിക്കാൻ സാന്നിധ്യം കൂടിയിരിക്കണമേ, ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
For us to be apart was never what you wanted. This is what your heart was longing for. It's what you died for. For us to be yours. For us to be apart was never what you wanted. This is what your heart was longing for. It's what you died for. For us to be yours. And yes, Lord, I'm yours. Yes, Lord, forever I am yours. Yes, yes, Lord, I'm yours. Yes, Lord, forever I am yours. For us to be apart was never what you wanted. This is what your heart was longing for. It's what you died for. For us to be yours. For us to be apart was never what you wanted. This is what your heart was longing for. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അയഞ്ഞപ്പോൾ, ആഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നിത്യനായ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഈ പ്രഭാതത്തിനായി നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം കരയിക്കുന്നു. പിതാവെ, അടിയങ്ങളിലൂടെ കൂടിയിരിക്കുന്നത് അവിടുത്തെ ഹിതം പോലെ കർത്താവെ എല്ലാം നടക്കുന്നതിനാകുന്നു. കർത്താവെ, നിന്റെ കൃപയും കരുണയും കൂടെ ഇരിക്കണമേ. വിശിഷ്യ കർത്താവെ, മകളുടെ വിവാഹം നടക്കുവാനായി അടിയങ്ങൾ പോകുവാൻ തുടങ്ങുന്നു. നിന്റെ കൃപയും കരുണയും അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. വഴിയിലുണ്ടാകാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും അടിയങ്ങൾക്ക് വിടുതൽ തന്ന് വാഹനത്തെ ഒക്കെ നിയന്ത്രിച്ച് കർത്താവെ കൃത്യസമയത്ത് പള്ളിയിൽ എത്തിച്ചേരുവാൻ കർത്താവെ വിവാഹം എല്ലാം അവിടെ മംഗളകരമായി നടപ്പാനുള്ള കൃപ അവിടെ നിന്ന് നൽകണമേ. മാതാപിതാക്കളെ പ്രത്യേകമായി സന്നിധിയിൽ തരുന്ന കർത്താവെ എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. സഹോദര ഭവനങ്ങളെ എല്ലാം തരുന്ന കർത്താവെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് കർത്താവെ രണ്ട് കുടുംബങ്ങൾ ഒന്നായി ചേരുന്നതായി ഈ ശുഭമുഹൂർത്തം കർത്താവെ എത്ര ധന്യമായി തീർന്നുവെന്ന് അടിയങ്ങളെ രുചിച്ചറിയുവാൻ കർത്താവെ നീ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും അവിടുന്ന് നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം തരണം. ക്ഷമിച്ചിരിക്കുന്ന പോലെ
യേശുക്രിസ്തുവിന്റെ സമാധാനം, പരിശുദ്ധ റുഹായുടെ സമത്വവും സഹവാസവും, ബലഹീനരും പാപികളുമാകുന്ന അടിയുള്ളവർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും വിശേഷ ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന മക്കളോടുകൂടിയും This is who I am, the bride of Christ. You're the lover of my soul. This is who I am. This is who I am, the bride of Christ. You're the lover of my soul. This is who I am. This is who I am. I'm the bride of Christ. You're the lover of my soul. I can't wait. ഈ വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് പ്രധാന കാർമ്മികത്വം നിർവഹിക്കുന്നത് അടൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യനായ മാത്യൂസ് മാർ സറാഫിയും തിരുമനസ്സുണ്ടാകുന്നു. തിരുമേനിയെ ഈ ഇടവകയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. സഹകാർമ്മികരായിരിക്കുന്ന വന്യ വൈദികരുടെ സാന്നിധ്യമേറെ വിലമതിക്കുന്നു. എല്ലാ വന്യ വൈദികരെയും ഈ ശുശ്രൂഷയിലേക്കും ഇടവകയിലേക്കും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബസ്കിയമ്മമാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. കൊച്ചുമ്മമാരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ട മക്കളുടെ കുടുംബാംഗങ്ങൾ, ചാർച്ചക്കാർ, ബന്ധുക്കൾ, സ്നേഹിതർ, വിശ്വാസ സമൂഹം എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊയറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് മോഡിലോ സൈലൻറ്റ് മോഡിലോ ഇടുക. ഇതൊരു ചടങ്ങല്ല, ഇതൊരു കൂദാശയാണ്. പ്രിയപ്പെട്ട മക്കൾ ഒന്നായി തീരുന്ന ശ്രേഷ്ഠകരമായ ഈ വിശുദ്ധ കൂദാശയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഇതിൽ സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ബലമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ബലമില്ലാത്തവനേ,
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷത്തിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളെ ആരംഭവും ഞങ്ങളെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായിത്തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെ ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിൽ നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്തോത്രം നിനക്ക് ഞങ്ങൾ കരേറ്റും. ഓശോ ആനന്ദം അരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ, തൽസേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. ശരവരങ്ങൾ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ ക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേലിക്കായി തീർന്നാം. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ. വാനോർ ഭൂവാസികൾ വന്നേ ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഇവർ തന്നെ അഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപരമായി തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യണതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച്
കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്ന് തന്നെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താനതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുക്കളുടെ അടിമയിൽ നിന്ന് തന്നെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന സിംഹാതമ്പുരാന് തന്റെ അടിയാരുടെ മോതിരവായുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ മനുഷ്യരുടെ സകല വിദ്യാർത്ഥികൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോന്നിയാകുമോ കർത്താവെ. വിശുദ്ധ സഭയുടെ മോതിരത്തെ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. കർത്താവെ, ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിൽ വഴിവില്ലാതെയാണ് ഇവരെ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരം ഇവരെ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ഇവരെ ആനന്ദപൂർവ്വം അടുപ്പിക്കണമേ. നിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും മതി വരാതെ തിരുസന്നിധിയിൽ വരുന്ന എന്നെയും പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മണവാളനും മണവാട്ടിയും തോഴ്മക്കാർക്കും ശേഷം ജനങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാവുന്നത്ര. കന്യാവ്രതവും വെടിപ്പുള്ള ദേഹികളെ തനിക്ക് വിവാഹം നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠസനിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിച്ചിരിക്കുന്ന ഈ നിന്റെ അടിയായതിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാനവരെ നിയോഗ്യരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്ത് ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ
കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും തൻ്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന് പോലെ വന്യപിതാവിൻ്റെ കയ്യിൽ നിന്നും നിന്റെ വിഭാഗം നിശ്ചയ ലക്ഷ്യമായ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തൻ്റെ മസിഹ മൂലം വിശ്വസഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ടും അവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെ റിബക്കയുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർത്തിയാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടെ ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദൂഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിൽ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ത്രീയാൽ ഈ മണവാളിനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ജനകൻ പക്കൽ നിന്നേ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവനെ വന്ദിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ രക്ഷകരാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവരും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാദീത മാംസം രക്തം വിട്ടു തന്നാൽ വീരലിന്മേ മണവാളൻ തൻ സൂര്യരൂപം മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങേ വിരുന്നാൽ സകലവും തുല്യം. നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ
കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30 60 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ കുദാശയുടെ 1-ാം ഭാഗമായ വിവാഹ നിശ്ചയത്തിൻ്റെ പൂർണ്ണതയുടെ മോതിരമാടുവിൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. കിരീടമാടുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ക്രിസ്തീയ കുടുംബത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയമക്കൾ അവരുടെ ജീവിതം അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടി സഭയുടെ വലിയ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലവണങ്ങി ഈ പ്രിയമക്കൾക്ക് വേണ്ടി തുടർ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ അങ്ങയുടെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും അവിടുന്ന് ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കുടുംബജീവിതം എന്ന വലിയ ദൈവിക ദാനത്തിന് ഈ പ്രിയപ്പെട്ട മക്കൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതായ അനുഗ്രഹങ്ങളോടും വാഴ്വുകളോടും കൂടെ പ്രവേശിക്കുവാനും പൂർവികരായിട്ടുള്ള മാതാപിതാക്കളിൽ അനുഭവിച്ചതായിട്ടുള്ള ദൈവിക നന്മയെയും ദൈവകൃപയെയും പ്രാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാനായിട്ട് ഇവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ എന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു ഗീതമാണ് തുടർന്ന് ആലപിക്കുന്നത്. അതിനോട് പ്രതിവാക്യമായിട്ട് ഇവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ എന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും ഈ ദൈവികമായ ദാനങ്ങളെ പ്രാപിക്കുന്നതിൻ്റെ അടയാളമായി കുരിശ് വരയ്ക്കുന്ന ആളുടെ സമയത്ത് അത് മണവാളനും മണവാട്ടിയും തലവണങ്ങി അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി കുരിശ് വരയ്ക്കുകയും എല്ലാവരും ചേർന്ന് ദൈവ കൃപ ചെയ്യണമേ നീ എന്ന് പാടുകയും ചെയ്യണം. പൂർവവിശുദ്ധരവാഴ്ത്തിയ സവേശ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ എന്നവരെ വാഴ്ത്തിയ സവേശ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ എന്നവരെ വാഴ്ത്തിയ സവേശ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ സഹകരപക എന്നവരെ വാഴ്ത്തിയ സവേശ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ യാക്കോബ് എന്നവരെ വാഴ്ത്തിയ സവേശ ബഹുലമദാ
അനുഗ്രഹീതനായി തീർന്നിരിക്കുന്ന നിന്റെ മക്കളെ നിന്റെ ദാനങ്ങളാൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവനങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനയുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും നേരമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവരുമായ സ്വയംഭൂവും തൻ്റെ മാലാഖമാ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വചനമണച്ചുകൊണ്ടിരിക്കുന്ന അതിന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വായുവിൻ്റെ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ഓശോ സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്തീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ തൻ്റെ കരുണയുടെയും അപരിമേയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും
ശപിക്കപ്പെട്ട സാത്താൻ്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബകുൽ സുബ്ഹാൻ ലവൽ ജാതിൻ പുത്രി നീയ സുന്ദരി ബഹുസുന്ദരി ശ്രീമോൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേങ്കാട്ടകനെ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീസാൻ കുസുമം പോൽ. സുന്ദരി സഭേ നിന്നെ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പാർക്കുമോ. ഭാഗ്യവാനായ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ സ്നേഹമാണ് കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാവുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്നവരും തന്നെ ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹാ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടുപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധവും നിഷ്കളങ്കവുമായും തനിക്ക് തന്നെ സഭയായതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സഹോദരരെ, മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യരാക്കണേ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ നമ്മുടെ രക്ഷയ്ക്കായ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ വിപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം
ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദ്യം സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമത്രയും. അതുകൊണ്ട് ദൈവം കൊണ്ട് ചേർത്തതിനെ മനുഷ്യ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കത്തനിൽ നിന്നീ ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മണവറയിൽ Lahasino yoing klilo de kumaro soye merese. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തി നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം
ദമ്പതികളെയും മുടിയാ മണവറയിൽ നിങ്ങൾക്കായി മുടങ്ങിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടിടുവിൻ. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നീ കരയേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മെസ്സിയ സത്യത്തിൻ്റെ മണവായ്മ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മെസ്സിയ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കർക്കസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിക്കാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച് ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമിയെ പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസഫിനെ വാഴ്ത്തി നിന്റെ പിതാവായ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെയും വന്യപിതാവിൻ്റെയും കൈകളാൽ നിങ്ങളുടെ തലകൾ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കിയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാവങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളുടെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തോട്ടത്തിൽ
എന്നെ വേൾക്കുവാൻ വന്നവൻ നീ. നീളം കാറ്റത്തു കൊണ്ടുപോകാൻ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്താവേ, എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്തെന്നിൽ ശരണം നീ. കുരിശിനാൽ കൊടുത്ത സ്നേഹദാനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും മണവറ ഉന്നതത്തിൽ നിൻ വകയായി വിളിച്ചെന്നെ നീ. കള്ളന്മാർ എന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചതെന്തോ. തിരുസ്നേഹത്താൽ പേദിച്ചവരെ അടിമയിൽ നിന്നു ഞാൻ സ്വതന്ത്രയായി. ദേവാസുതനെ വല്ലങ്കൈ നീട്ടി വാഴ്ത്തിയിടണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയെയും നീ. വാഴ്ത്തുകനാഥ ദമ്പതികളെയും അവരാവനാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ. നിൻ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടണം. വാഴ്ത്തിയിടണമേ ഇഹ പരലോക വാഴ്വാലിവരേ നീ. വാഴ്ത്തിയിടുക നിൻ അടിയ വായലിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരനെ, നാം ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോടും അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുമ്പാകെയും സ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുമ്പാകെ അല്ല, അറിയുന്നവൻ്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങൾ തമ്മിൽ ഞങ്ങൾ ചേർന്നിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വന്നിരുന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലം കൈ
എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ജസ്റ്റിൻ ജിൻസു, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ളതായ ദിവ്യവിചാരണയിൽ ആദ്യമേ തന്നെ നാം കാണുന്നത് പുരുഷന് തക്ക ഒരു തുണയെ ദൈവം നൽകിക്കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ കുടുംബ ജീവിതത്തെപ്പറ്റി നാം മനസ്സിലാക്കുമ്പോഴും അത് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ഒരു വലിയ ചുമതലയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ അതൊരു പദവിയുമാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് എ പ്രിവിലേജ്. അതുകൊണ്ട് കുടുംബജീവിതം ധന്യമായി തീരുന്നതും അനുഗ്രഹമായി തീരുന്നതും നിങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ഭാരങ്ങളെ ചുമക്കുകയും പരസ്പരം സന്തോഷം പങ്കിടുകയും അങ്ങനെ പരസ്പരം ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായി മുന്നേറുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും മറ്റുള്ളവരോട് മറ്റുള്ളവരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആയിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിനും നിങ്ങൾ രണ്ടുപേരും ചേർന്നു. കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ സദാ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുന്നവരായിത്തീരണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും ക്രമമായി പങ്കെടുക്കണം. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരം സ്റ്റീവാർഡ്സ് ആ ബോധ്യത്തോടുകൂടെ വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും അതുപോലെ തന്നെ സഭയുടെ സുവിശേഷ വേലയ്ക്കും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ ദാനമായി നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെ അനുഗ്രഹീതമായൊരു കുടുംബജീവിതം ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വന്യരായിട്ടുള്ള അച്ഛന്മാരുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരിൽ നിങ്ങളെ സഭയായിട്ട് ഈ ഒരു വലിയ ഉത്തരവാദിത്തം ഭരമേൽപ്പിച്ച് ദൈവം നിങ്ങൾക്കതിനു വേണ്ട കൃപകൾ നൽകട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശീർവാദത്തിനായി എഴുന്നേറ്റ് നിൽക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിന് സിംഹാസനു മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് സഭയിലൂടെ ദൈവം വിളിക്കുന്നതിന് മുൻപ് ശുശ്രൂഷ ചെയ്തു
ഒരു വലിയ സ്നേഹബന്ധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് തിരുമേനി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഈ ദമ്പതികൾ അവരുടെ ക്രിസ്തീയ കുടുംബത്തിലെ ആദ്യത്തെ സ്തോത്രകാഴ്ച ഇവിടെ അർപ്പിക്കും. അതിനുശേഷം വിവാഹ രജിസ്റ്ററിൽ അവരൊപ്പിടും. രണ്ട് ഭാഗത്തുനിന്ന് ഓരോ സാക്ഷികൾ ഒപ്പിടാനായിട്ട് മുൻപോട്ട് വരണം. ഈ സമയത്ത് കൊയർ മംഗളഗാനം ആലപിക്കും. ജസ്റ്റിനും ജിൻസും അകത്തേക്ക് പ്രവേശിക്കുന്നു. വധുവരന്മാർ ഡ്രിങ്ക്സ് കുടിക്കുക. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സമയം ഞങ്ങൾക്ക് വേർതിരിച്ച് ഇവിടെ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജസ്റ്റിനായി ജിൻസുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിമന്യ തിരുമേനിയാൽ നിൻ്റെ മക്കളുടെ വിവാഹത്തെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കൾ പ്രവേശിച്ചിരിക്കുന്ന കുടുംബജീവിതത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ
ഇരുവരെയും അവിടുന്ന് സഹായിക്കണമേ. സ്വർഗീയമായ കൃപയിൽ അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നൽകിക്കൊടുത്ത സകല ദാനങ്ങൾക്കായും നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ കൃപയിൽ നിൻ്റെ മക്കളെ അവിടുന്ന് കാത്ത് പരിപാലിച്ചു കൊള്ളണമേ. കുടുംബജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട മക്കളുടെ കുടുംബജീവിതത്തിന് ഏറിയ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അടിയങ്ങൾക്കായി ഒരുക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ എഴുന്നള്ളി അനുഗ്രഹിച്ചതായ കർത്താവിൻ്റെ സാന്നിധ്യം ഈ വിരുന്നമേശയിൽ അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷിച്ച് ബലം പ്രാപിച്ച് തിരുനാമഹത്തിനായിട്ട് ജീവിപ്പാൻ യേശു മിശിഹാ മൂലം എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവയോടെ കേൾക്കുമാറാകണമേ. Thank you, Father. So, very good afternoon, ladies and gentlemen. എല്ലാവർക്കും നമസ്കാരം. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും തന്നെ ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഏറ്റവും മനോഹരമായ ഒരു ഇവൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ആസ് വി ഓൾ നോ, ഇന്നത്തെ ഒരു ഇവൻറ്റിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് നമുക്കേറെ പ്രിയപ്പെട്ടതായി രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ജസ്റ്റിൻ ആൻഡ് ജിൻസു അവരുടെ ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ്, ടു സ്റ്റേ ഫോർ എവർ ടുഗെദർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെറിയൊരു കൈയടിയായാലോ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ റൈറ്റ് ഹിയർ എവ്രിവൺ, ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. സോ ക്വിക്കായിട്ട് ഞാൻ ഇവരെ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലെറ്റ് മീ ബിഗിൻ വിത്ത് അവർ വെരി ഹാൻസം ഗ്രൂം റൈറ്റ് ഹിയർ, മിസ്റ്റർ ജസ്റ്റിൻ അജി. HVAC മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ആൻഡ് ഓൾ അബൌട്ട് ദിസ് വെരി ഗോർജിയസ് ബ്രൈഡ് ജിൻസു സൂസൻ ജേക്കബ് BSc നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഇവർ രണ്ടുപേരും കിങ് ഫൈസൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ റിയാദ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഗുഡ്? ഓക്കെ. സോ now I have like a big announcement to make. അപ്പോൾ ഞാൻ ആ ഒരു അനൗൺസ്മെൻറ്റ് ഒന്ന് ചെയ്യാനായിട്ട് പോവാണ്. So for the very first time, let me introduce to you all our dearest Justin and Jinsu officially as husband and wife. So ladies and gentlemen, please put your hands together for Mr. and Mrs. Justin, everyone together. So now we know ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ് അല്ലേ? അവരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ബിഗിനിങ് വിത്ത് ജസ്റ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സ്. ജസ്റ്റിൻ്റെ ഫാദർ ലേറ്റ് അജി മാത്യു, അമ്മ ലേറ്റ് സുജ അജി. Unfortunately, we know that uncle and auntie ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. But of course, they are watching us from heaven. അവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും മനോഹരമായിട്ട് ഈ ചടങ്ങുകൾ മുൻപോട്ടേക്ക് പോകുന്നത്. വി മിസ് ദം സോ മച്ച്. സോ നൗ എനിക്ക് ഓൺ സ്റ്റേജ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റിൻ്റെ വല്യമ്മച്ചി ആൻഡ് ഷീ ഈസ് തങ്കമ്മ ജോർജ്. ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു വലിയ കൈയടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇവരുടെ രണ്ടുപേരുടെയും, ഐ മീൻ ജസ്റ്റിൻ്റെയും ജസ്റ്റിൻ്റെ സിസ്റ്ററിൻ്റെയും ചൈൽഡ്ഹുഡ് മുതൽ ഇവരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഈ ഒരു ലെവലിൽ എത്തിച്ചത് ഈ ഒരു അമ്മച്ചിയുടെ മാത്രം സ്മാർട്ട്നെസ് ആണ്. അപ്പോൾ നല്ലൊരു കൈയടിയായല്ലോ ടുഗെദർ. ഞാൻ യൂഷ്വലി എല്ലാവരും സ്റ്റേജിൽ വരുമ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡാണ് കൊടുക്കുന്നത്, പക്ഷെ എനിക്കിവിടെ ഒരു ഹഗ് കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ട്. She deserves it very much. So, now moving on. നമുക്കിവിടെ ഒരു സൂപ്പർ ഫാമിലിയെ കൂടി പരിചയപ്പെടാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ജസ്റ്റിൻ്റെ സിസ്റ്റർ ജിൻസി റേസൻ. ആൻഡ് ഷീ ഈസ് മാരീഡ് ടു കുറച്ച് ഐ ഓൾസോ ബിക്കം ഒരു ലിറ്റിൽ ഇമോഷണൽ. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു ഓൾ ജസ്റ്റിൻ്റെ സിസ്റ്റർ ക്രിസ്റ്റീന അജി. ആൻഡ് ഷീ ഈസ് മാരീഡ് ടു മിസ്റ്റർ തോമസ് ഉമ്മൻ. And they are blessed with 2 kids. രണ്ടുപേരും ട്വിൻസ് ആണ്. സോ ഏറെ സ്നേഹത്തോടു കൂടി ജുവൽസേറ തോമസ് ആൻഡ് പേൾ ആൻഡ് തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേച്ചി, ചേട്ടൻ ആൻഡ് കുട്ടീസ്, ഓൾ ഗുഡ്? സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? ഗ്രേറ്റ്. സോ അങ്ങനെ വൺ സൈഡ് കംപ്ലീറ്റ് ആയി നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ടക് ടക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. ടെൻഷൻ ഉണ്ടോ കുട്ടി? ഇല്ല, കൂളാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ഇവന്റിൻ്റെ ചീഫ് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ്സ് ഡെഫിനറ്റ്ലി ജിൻസുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ്. സോ ബിഗിനിങ് വിത്ത് ജിൻസുവിൻ്റെ പേരൻസ്, father Mr. Jacob Chaku and amma Mrs. Susie Jacob. Uncle and auntie, could you please join on stage also? Nalloru kaiyidi avam for uncle and auntie, everyone together. Okay, so now moving on. Jinsu, എന്താ ഇപ്പോൾ for your sibling ഒരു പെർഫെക്റ്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുക? ബെസ്റ്റ് ഫ്രണ്ട് ആണോ, പാർട്ട്ണർ ഇൻ ക്രൈം ആണോ, ഏതാ കറക്റ്റ്? എല്ലാമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ജിൻസി റേസൻ, ആൻഡ് ഷീ ഈസ് മാരീഡ് ടു മിസ്റ്റർ റേസൻ ഷാജി, ആൻഡ് ദേ ആർ ബ്ലെസ്ഡ് വിത്ത് 2 kids, എഡ്വിൻ ആൻഡ് എർവിൻ. അപ്പോൾ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നല്ലൊരു കൈയടിയാവാം ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഫാമിലി റൈറ്റ് ഹിയർ എവരിവൺ. Edwin and Erwin, all good? Super, great. So anyways, ഇതാണ് ഇവരുടെ 2 പേരുടെയും ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് ഐ മസ്റ്റ് സേ ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലേ ഇൻ യുവർ ലൈഫ് ടുഗെദർ വിത്ത് യുവർ ഫാമിലി. അപ്പോൾ ക്വിക്കായിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്താലോ? അതിനുശേഷം വിൽ ബിഗിൻ വിത്ത് ദി ട്രഡീഷണൽ സെറമണീസ് ഓൺ സ്റ്റേജ്. ആൻഡ് ഓൾസോ ഈ ഒരു അവസരത്തിൽ ഗ്രാൻഡ് ഫാദറിനെ കൂടി മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലേറ്റ് എക്സ് മിലിറ്ററി NJ George. He is not present with us today, but definitely in our memories. So now let's begin with the traditional ceremonies on stage. Requesting 2 പേരും ചേർന്ന് ഈ ഒരു ക്യാൻഡിൽ തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങുകൾക്ക് ഏറ്റവും മനോഹരമായ ഒരു തുടക്കം കുറിക്കാം. ഓൾസോ ഫാമിലി മെമ്പേഴ്സ്, could you please join with them? ജസ്റ്റിനും ജിൻസുവും ചേർന്ന് ഈ ഒരു സെന്റർ ക്യാൻഡിൽ തെളിയിക്കാം. 2 പേരും ചേർന്ന് ഈ ഒരു സെന്റർ ക്യാൻഡിൽ തെളിയിക്കാം. ആൻഡ് ഓൾസോ റിക്വസ്റ്റിംഗ് യു ഓൾ ടു കൈൻഡ്ലി ഗീവ് ദം ലവ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയടിയാവാം ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ റൈറ്റ് ഹിയർ. പ്ലീസ് ബോത്ത് ഓഫ് യു. ആൻഡ് ദ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ റിക്വസ്റ്റിംഗ് അമ്മച്ചി, ചേച്ചി, ചേട്ടൻ ടുഗെദർ തെളിയിക്കാം. The very next candle requesting Jinsu and the family together. Appa, Amma, Chichi and Chetan. I think friends and family, cousins alle ellarum. Appo let's together do the countdown. And I hope you guys are ready. So we are going to give them the countdown on a count of 3, 2, 1, and here you go. Ladies and gentlemen, please put your hands together for the most beautiful couple right here, Justin and Jinsu. Once again, congratulations to Mr. and Mrs. Justin once again. So to a brand new beginning. എൻ്റെയും ജിൻസുവിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ 2 ഫാമിലികളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ബഹുമാനപ്പെട്ട സെഫറാഫിം തിരുവേനി, പ്രിയ വൈദിക ശ്രേഷ്ഠർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ഞങ്ങളുടെ ഈ സ്പെഷ്യൽ മൊമെൻറ്റ് കൂടുതൽ വണ്ടർഫുള്ളാക്കാൻ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ?
അഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. തക്കതായ തുണയെ ദൈവം ഒരുക്കി. ജസ്റ്റിനും ജിൻസുനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജസ്റ്റിൻ ഞങ്ങളുടെ റിയാദ് ഇമ്മാനുവൽ ഫെലോഷിപ്പിലെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ്. ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവധിക്ക് വന്നപ്പോൾ വിവാഹം നടക്കുവാന്നൊക്കെ ദൈവം സഹായിച്ച കുറിപ്പിക്കാട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ആസ്വദിക്കാവുന്നു. അവരുടെ കുടുംബം ഏറ്റവും ധന്യമായി തീരുവാൻ നിൽക്കണം. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ടും ദൈവം തമ്പുരാൻ അവരെ നിറയ്ക്കട്ടെ, ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവൽ ഫെലോഷിപ്പിന്റെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുവാൻ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുന്നേ പോയാൽ ഭയമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.
കൊണ്ട് ഷെയർ ചെയ്. മോക്കൊരു ഉമ്മ കൊടുത്തേ, 2 സൈഡും കൊടുത്തേ. ഇനി മാല ഇട്ടു. പെങ്ങളങ്ങിട്ട് കൊടുത്തു. അമ്മച്ചി മോക്കൊരു ഉമ്മയോടെ കൊടുക്കുവോ? മോനോടൊരു ഉമ്മ കൊടുത്താൽ മതി. കൃത്യമായി ഈ ദിവസം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി ഞാൻ സ്തുതിക്കുന്നു. കൃത്യമായിട്ട് പ്രിയ ജസ്റ്റിൻ ബ്രദറിനെ, ജിൻസു സുസനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ ദാനത്തിനായും കർത്താവെ, തുടർന്ന് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുന്നതിനായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃത്യമായിട്ട് കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവെ കുടുംബത്തെയും ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിസ്ഥാനാവിൻ്റെ ശക്തിയാൽ ദിനംപ്രതി വഴി നടത്തണമേ. സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെ കർത്താവെ അവരുടെ പുതിയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാവിലെ മുതൽ ഈ സമയം വരെ ദൈവം നടത്തിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും വഴികൾക്കുമായി ഞങ്ങൾക്ക് നന്ദി കരയുന്നു കർത്താവെ. പാട്ടുകാരൻ പറഞ്ഞ പോലെ എല്ലാത്തിനും നന്ദി കരയുന്നു കർത്താവെ. സകലത്തിനും മതിയായവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയ മക്കളെ അങ്ങ് ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെ അങ്ങ് വഴി നടത്തുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അവരുടെ ജോലികളിലും അവരുടെ എന്ത് വിധമായിട്ടുള്ള കർത്താവെ തുടർന്നുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി അവിടുന്ന് അങ്ങ് വഴിയായിരിക്കണമേ, കാവലായിരിക്കണമേ കർത്താവെ. തുടർന്ന് അമ്മച്ചിയോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. സിസ്റ്ററിന്റെ കുടുംബത്തെയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ദൈവത്തിൻ്റെ ശക്തിയാൽ ദിനം പ്രതി അവരെ വഴി നടത്തണമേ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പിരിയുന്നുള്ള കർത്താവെ, പിരിയാത്ത സ്നേഹം ഈ കുടുംബത്തിനോടും ഈ ജസ്റ്റിനോടും ജിൻസിനോടും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആശങ്ക പ്രിയ സ്വന്തം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.